UAE മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ACCA പഠിച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ ACCA പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതേപോലെ ACCA പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി വരുന്ന ഒരു സംഭവമാണ്. ഇനി ACCA മെമ്പേഴ്സിന് UAEയിൽ ഓഡിറ്റ് ലൈസൻസ് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അതിന് കുറച്ചൊരു ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് തരാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ACCA മെമ്പർഷിപ്പാണ്. ACCA എന്തായിരിക്കണം, മെമ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം, നമുക്ക് വേണം. UAE ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു എക്സാംസ് ഉണ്ട്. എക്സാംസിലുള്ള സിലബസ് എന്ന് പറയുന്നത് ഒന്നാമത് UAEയുടെ ഓഡിറ്റ് ആൻഡ് ടാക്സേഷൻ എന്ന സിലബസ് ഉണ്ടാവും. അതുകൂടാണ്ട് IFRS ഉണ്ടാവും. ഈ 2 സിലബസ് കൂടിയിട്ടുള്ള എക്സാംസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, പാസ്സാവണം. ഈ 3 ക്രൈറ്റീരിയസും നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ലൈസൻസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു ഇന്ത്യൻ CA ആണെങ്കിലും ACCA കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും അവരും അക്കൗണ്ട്സും ടാക്സേഷനും കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് ഏതെങ്കിലും അറബ്സ് ഓഡിറ്റേഴ്സ് ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, സൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മളിപ്പോൾ പറഞ്ഞ UAE ഫെലോഷിപ്പ് എക്സാമും കൂടി പാസ്സായ ആളുകൾക്ക് എന്ത് ചെയ്യും, ലൈസൻസ് കിട്ടുകയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനിങ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ACCA കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് UAEയിൽ എന്ത് ചെയ്യാൻ പറ്റും, സൈനിങ് അതോറിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ത് ചെയ്യുക, ഈ നോട്ടിഫിക്കേഷൻ കൊണ്ട് അവർക്ക് കിട്ടുന്നത്.